ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒത്തിരി അകലങ്ങളിലായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലുമാണ്. പക്ഷേ അത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് എന്നും കാണുന്നത്. ആ ഒരു സെയിം ടൈമിൽ ചില വ്യക്തികൾ തന്നെ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയും കാണിക്കുന്നുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിലായിരുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷന് കാരണമായിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എന്തോ ഒരു കാര്യം സീക്രട്ടായിട്ടുള്ളതായിരിക്കാം, അവർക്ക് നിങ്ങളെ അറിയിക്കാൻ ഉണ്ട്. അങ്ങനെ അവരറിയിക്കാനായിട്ടുള്ള ഒരു അന്വേഷണത്തിലാണിപ്പോൾ എന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, കാരണം അവർക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. സന്തോഷമായിട്ട് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്ത് പോകണം, കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ, സെപ്പറേഷനിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുമുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആശങ്കകളാണ്. കാരണം ഈ കോണ്ടാക്റ്റ് ഇല്ലാതായപ്പോഴേക്കും അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ ഇനി അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിയിലുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം സാഹചര്യങ്ങൾ വേഴ്സ്റ്റായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി അവരൊരുപാട് ബുദ്ധിമുട്ടുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് മുന്നിലുള്ള പാതകളിൽ തടസ്സങ്ങളുണ്ട്. അവർക്ക് ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ട്രഗിൾസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് അവർ കോൺഫ്ലിക്ട്സ് ഒക്കെ നടത്തിയിട്ടായിരിക്കാം ചിലപ്പോൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. പക്ഷേ ഇനി എന്ത് വന്നിട്ടായിരുന്നാലും നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ മുന്നോട്ട് സോറി പറഞ്ഞുകൊണ്ട് അവരുടെ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഏകാന്തത, ഈ ഒറ്റപ്പെടൽ അവരെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. ആൻഡ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെ ഒരുപാട് രീതിയിൽ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവർക്കൊരു സന്തോഷമില്ല, അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല, അവർ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടം സംഭവിച്ചു. അങ്ങനെ അവർക്കിപ്പോൾ റിഗ്രറ്റ് ആവുകയാണ്. കാരണം നിങ്ങളെപ്പോലുള്ളൊരു നല്ല വ്യക്തിയെ ഉപേക്ഷിച്ച് ലൈഫിൽ മറ്റെന്തൊക്കെയോ നേടാനായിട്ട് പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എല്ലാം നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണാം. ആൻഡ് അവർ റിയലൈസ് ചെയ്യുകയാണ് പല കാര്യങ്ങളും. നിങ്ങളുടെ വാല്യൂ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ എത്രത്തോളം ഒരു ഭാഗ്യമായിരുന്നു നിങ്ങൾ എന്നവർ ചിന്തിക്കുകയാണ്. സോ അവരിപ്പോൾ ഒരുപാട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ വിഷമിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് മിസ് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ആ ഒരു കാര്യത്തിൽ ഒരു റീയൂണിയൻ എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവരിലുള്ളത്. അതിലൊരു സക്സസ് ഉണ്ടാവണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിനായിട്ട് അവർ സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് അവരായിട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോയപ്പോൾ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നു, നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ എത്രത്തോളം അവർക്ക്
വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചു എന്നവരിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവർ എന്താണ് ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ലൈഫ് ഇതുവരെയും അവർ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഒരു സ്നേഹം, കെയർ, അറ്റൻഷൻ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് രീതിയിൽ അവർക്ക് വേദനകൾ മാത്രമാണ് തന്നിട്ടുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. പക്ഷേ ഒരു സ്റ്റോം വാർണിംഗ് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേരുടെ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പൊസിഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അവർക്ക് അതിൻ്റെ പേരിലുള്ള ചിന്തകളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവരെങ്ങനെ ഫേസ് ചെയ്യും എന്നതിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ലൈഫ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്. എന്തൊക്കെ അവർ നേടിയിട്ടുണ്ടെങ്കിലും ഒന്നുമില്ലാത്ത പോലത്തെ അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതും. അതുപോലെ നിങ്ങൾക്ക് തരാനുള്ള പ്രണയം അവർ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെയും കാണുവാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.